പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ അജി ഇമാനുവൽ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്നത് ഇരമ്യാവിൻ്റെ പ്രവചനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ വാക്യം വായിച്ചിട്ടുണ്ടാകാം. നമുക്ക് ഒരിക്കൽ കൂടി ഈ വാക്യം ചേർന്ന് വായിക്കാം. ഗിലെയാദിൽ സുഗന്ധ തൈലം ഇല്ലയോ? അവിടെ വൈദ്യൻ ഇല്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? പ്രിയരെ, ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്ന ഈ വേദവാക്യം സുപ്രധാനമായ 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തത്, ഗിലെയാദിൽ തൈലം ഇല്ലയോ? രണ്ടാമത്, അവിടെ വൈദ്യൻ ഇല്ലയോ? മൂന്നാമതായി, എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം, രോഗശാന്തി വരാത്തത് എന്തുകൊണ്ടാണ്? ഇത് പ്രവാചകൻ്റെ ഒരു വിലാപമായിട്ട് മാത്രം നമ്മൾ കണക്കാക്കരുത്. എൻ്റെയും നിങ്ങളുടെയും സാധാരണക്കാരായ എല്ലാവരുടെയും ഒരു ചിന്തയും ഒരു ചോദ്യവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ അമേരിക്കയിലെ അടിമകളായിട്ടുള്ള ആളുകൾ അവരുടെ ഇരുട്ട് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ഒരു പാട്ട് പാടിയിരുന്നു. ആ പാട്ടിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഗിലെയാദിൽ ഒരു തൈലമുണ്ട്, അത് എൻ്റെ മുറിവുകൾക്ക് ശമനം കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് എന്ന ഒരു പാട്ട് ആയിരുന്നു. ഈ ഗാനം അവർ ആലപിച്ചത് അവരുടേതായിട്ടുള്ള ജീവിത പശ്ചാത്തലങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആയിരുന്നു. അവർ മുറിവേറ്റവരാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്, ഒരു വൈദ്യനുണ്ട്, ഒരു മരുന്നുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ സന്ദേശം, അല്ലെങ്കിൽ ഈ ഗാനത്തിലെ സന്ദേശം നമുക്ക് വലിയ ഒരു പാഠം കൊണ്ടുവരികയും ചെയ്യുന്നു. കാരണം ഇന്നും മനുഷ്യൻ മുറിവേറ്റവരാണ്, പീഡിതരാണ്, വിഷമവൃത്തത്തിൽ ആയിരിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ ചില മുറിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ചില മുറിവുകൾ അത് ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ ആളുകൾ വരുത്തിയതായ മുറിവുകൾ, വഞ്ചനയുടെ മുറിവുകൾ, വേദനകൾ, നഷ്ടങ്ങളുടെ വേദന, പാപത്തിൻ്റെ മുറിവ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മളും ചോദിക്കും ഈ ഒരു ചോദ്യം, അല്ലെങ്കിൽ ഇതിനോട് തത്തുല്യമായ ഒരു ചോദ്യം: എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ശാന്തി, ഒരു ശമനം വരാത്തത്? ഇരമ്യാവിൻ്റെ ചോദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ കടന്നു വരാറുണ്ട്. എൻ്റെ ജീവിതത്തിന്, ഈ ജീവിത സാഹചര്യങ്ങൾക്ക് ഒരു പരിഹാരമില്ലേ? ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ലേ? ഗിലെയാദിലെ തൈലം പുരാതന കാലത്ത് വലിയ വിലയേറിയ ഒരു ഔഷധമായിരുന്നു. മുറിവിൽ പുരട്ടുമ്പോൾ ആശ്വാസം ലഭിക്കുവാൻ ഇടയാകും. പക്ഷേ ഇവിടെ ഇരമ്യാവ് ശരീരത്തിലേറ്റ മുറിവുകളുടെ ശമനമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ജനതയുടെ ഒന്നടങ്കം സംഭവിച്ചു പോയ ആത്മീക അധഃപതനത്തിൻ്റെ വേദനയെക്കുറിച്ച്, അതിൻ്റെ ച്യുതിയെക്കുറിച്ച് ഓർത്താണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ രോഗം അത് ശാരീരികമല്ല, മറിച്ച് ആത്മീകപരമാണ്. അതായത് പാപമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രോഗം. ഈ ലോകത്തിൽ
എല്ലാ കാര്യങ്ങൾക്കും മരുന്ന് ഒരുപക്ഷെ ലഭിക്കുന്നുണ്ടാകാം, ഏതാനും ചില രോഗങ്ങൾക്കൊഴിച്ച്. എങ്കിലും ഈ ലോകത്തിൽ മരുന്നുകൾ ലഭിക്കുമ്പോൾ തന്നെ അതിൽ വ്യാജമായ മരുന്നുകളും ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ആത്മീക ജീവിതത്തിന് ലൗകികമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ഏതും ഉതകുന്നതല്ല. വേദന ഇന്ന് മറയ്ക്കുവാൻ ലോകം നിർദ്ദേശിക്കുന്നത് ചില വിനോദ ഉപാധികളാണ്. ജീവിതത്തിലെ ചില ശൂന്യത മറയ്ക്കുവാൻ അല്പസമയം കുറച്ചാശ്വാസം ലഭിക്കുവാനുള്ള വഴികൾ മാത്രമേ ലോകത്തിന് നിർദ്ദേശിക്കുവാനുള്ളൂ. ശൂന്യത മറയ്ക്കാൻ പണം, ഭയം മറയ്ക്കാൻ ബന്ധങ്ങൾ. പക്ഷേ ഇതെല്ലാം മറച്ചു പിടിക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ, മാറ്റുവാൻ സാധിക്കുകയില്ല. സ്വഭാവവും രോഗവും മുറിവും നമുക്ക് മറച്ചു പിടിക്കാം, പക്ഷേ ആത്മീക ജീവിതത്തിലെ മുറിവുകൾ നമുക്ക് മാറ്റുവാൻ മറയ്ക്കുവാൻ കഴിയുന്നതുമല്ല. റോമ ചക്രവർത്തിയായ നീറോ തൻ്റെ അന്തഃപുരവും തൻ്റെ കൊട്ടാരവുമെല്ലാം സുഗന്ധത്തിൽ എപ്പോഴും നിറച്ചിരുന്നു. തൻ്റെ യുദ്ധത്തിന് പോകുന്ന യുദ്ധക്കപ്പലിൽ പോലും സുഗന്ധം നിറച്ചിരുന്നു. പക്ഷേ തൻ്റെ ഹൃദയത്തിൽ ക്രൂരതയുടെ, നിർദ്ദയത്വത്തിൻ്റെ ദുർഗന്ധം വമിച്ച വ്യക്തിയായിരുന്നു നീറോ. സുഗന്ധം പുരട്ടിയാൽ ഈ തരത്തിലുള്ള ദുർഗന്ധത്തെ അകറ്റുവാൻ കഴിയാവുന്നതല്ല. ഇന്നും മനുഷ്യൻ ഇതിൻ്റെ മറ്റ് പല തരത്തിലുള്ള വേർഷനുകൾ, അവസ്ഥ അന്തരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. വേദനയുണ്ടെങ്കിൽ അല്പം വിനോദമാകട്ടെ എന്ന് കരുതുന്നു. ഭയമുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ആളുകളെ കൂട്ടുപിടിക്കുന്നു. ശൂന്യത ഒഴിവാക്കുവാൻ ചില ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നു. മറയ്ക്കുന്നത് രോഗശാന്തി അല്ല, മാറ്റുവാൻ നമുക്ക് സാധിക്കണം. മുറിവ് മരുന്നുകൊണ്ട് മാറ്റുവാൻ സാധിച്ചേക്കും, പക്ഷേ ആന്തരികമായ മുറിവ് മരുന്നുകൊണ്ട് ശമിപ്പിക്കുവാൻ സാധിക്കുന്നതുമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തൈലം, ഒരു ഔഷധം എവിടെ നിന്ന് നമുക്ക് ലഭിക്കുവാൻ ഇടയാകും? പുറത്തെ ചിരി ഒരുപക്ഷെ ഉള്ളിലെ മുറിവ് സുഖപ്പെടുത്തുന്നില്ല. പുറത്തെ വിജയങ്ങൾ ഉള്ളിലെ ശൂന്യത നിറയ്ക്കുകയില്ല. പുറത്തെ സുഗന്ധം അകത്തെ പാപത്തെ മാറ്റിക്കളയുകയില്ല. അതുകൊണ്ട് ഇതിനെല്ലാം പരിഹാരമായ ഒരു കാര്യം, ഒരു വ്യക്തി, ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സൗഖ്യത്തിന് കാരണമായ ചില കാരണങ്ങൾ, ചില സ്രോതസ്സ് നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്? യെശയ്യാവ് പറയുന്നത് യേശുവിൻ്റെ കാര്യമാണ്. നമ്മുടെ മുറിവ് യേശു സ്വീകരിച്ചു, നമ്മുടെ ശിക്ഷ യേശു വഹിച്ചു, നമ്മുടെ പാപം അവൻ ചുമന്നു. അങ്ങനെ അവൻ്റെ മുറിവുകളാൽ, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയ സഹോദര, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു മുറിവ്, ഒരു വേദന, കയ്പ് അവശേഷിക്കുന്നുണ്ടോ? അവൻ നിങ്ങളെ സുഖപ്പെടുത്തും. 1 പത്രോസ് 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നു: നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമ്മുടെ ചിന്താകുലങ്ങൾ ഏതാണ്? നമ്മുടെ വേദനയുടെ, പരാജയത്തിൻ്റെ, രോഗത്തിൻ്റെ ചിന്താകുലങ്ങളാണോ?
നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെ ബന്ധിതരാക്കിയിരിക്കുന്നത്, നമ്മളെ ചങ്ങലയിൽ നിർത്തിയിരിക്കുന്നത്. അവൻ്റെ അടിപ്പിണരുകളിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് സ്വിച്ച് ചെയ്യുവാൻ, ഒന്ന് മാറ്റുവാൻ നമുക്ക് സാധിക്കുമോ? ഉറപ്പായിട്ടും നമുക്ക് സൗഖ്യം അവിടെ നിന്ന് കടന്നു വരും. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ പാപങ്ങളെ ഇനി ഞാൻ ഓർക്കുകയില്ല. പ്രിയരെ, ഇവിടെ നമുക്ക് ഒരു ആത്മീക സൗഖ്യത്തിൻ്റെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമുണ്ട്. ഗിലെയാദിലെ തൈലമുണ്ടാക്കുന്നത് ഒരു മരത്തിൽ നിന്ന് ഊറി വരുന്നതായിട്ടുള്ള അതിൻ്റെ കറ ഉപയോഗിച്ചാണ്. പുറത്തേക്ക് ഒഴുകി വരുന്ന ആ മരത്തിൻ്റെ ചാറ് അത് ശേഖരിച്ച് മുറിവുകൾക്ക് മരുന്നായി മാറ്റുന്നു. പക്ഷേ ഈ മരുന്ന് ശരീരത്തിൻ്റെ മുറിവുകൾക്ക് മാത്രമാണ് ഒരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുക. എന്നാൽ ചരിത്രത്തിൽ മറ്റൊരു മരത്തിൻ്റെ കഥ കൂടെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാൽവരി എന്ന് പറയുന്ന ഒരു മലയിൽ ഉയർന്നതായിട്ടുള്ള ഒരു മരം, ആ മരം ലംബമായും തിരശ്ചീനമായും നിൽക്കുകയായിരുന്നു. അതെ, കാൽവറി ക്രൂശിലെ ആ മരക്കുരിശിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഗിലെയാദിലെ മരത്തിൽ നിന്ന് ഒഴുകിയ തൈലം ശരീരത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. പക്ഷേ കാൽവരി ക്രൂശിൽ യേശു ഒഴുക്കിയതായ രക്തതൈലം നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവന്നു. ഗിലെയാദിലെ തൈലം ആത്മീക സൗഖ്യത്തിൻ്റെ നിഴലായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാൽവറി എന്ന യാഥാർത്ഥ്യത്തെ അത് സൂചിപ്പിക്കുന്നു. ഗിലെയാദിലെ തൈലം പ്രതീകാത്മകമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പക്ഷേ കാൽവറിയിൽ അത് പൂർത്തീകരണത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് യിരെമ്യാവ് ചോദിച്ചതായ അല്ലെങ്കിൽ നമ്മൾ വായിച്ചതായ ഈ വാക്യത്തിലെ ചോദ്യം, ഗിലെയാദിൽ ഒരു തൈലമില്ലയോ? കാൽവറി ക്രൂശിൽ നമുക്ക് അതിന് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കും. അതെ, ഒരു തൈലമുണ്ട്. ഗിലെയാദിലെ സുഗന്ധ തൈലത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു തൈലം അവിടെ നിന്നും ഒഴുകുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ പാർശ്വത്തിൽ കുന്തം വെച്ച് കുത്തിയപ്പോൾ രക്തവും ജലവും പുറത്തേക്ക് വന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി ഒഴുകിയ ദിവ്യ അത്ഭുത ഔഷധ പ്രവാഹമായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. ഇന്ന് നിങ്ങൾ മുറിവേറ്റവരായാണോ ഈ സന്ദേശം കേൾക്കുന്നത്? നിങ്ങളുടെ ജീവിതം തകർന്നു എന്നുള്ള നിലയിൽ ഇരിക്കുമ്പോൾ ചിന്തിക്കുമ്പോഴാണോ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്? മനുഷ്യർ നിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വലിയ വിടവ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടോ? ഓർക്കുക, നിങ്ങളുടെ മുറിവിനേക്കാൾ വലിയ മരുന്ന് യേശുവാണ് എന്നുള്ള കാര്യം. നിങ്ങൾ തകർത്തിരിക്കാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല ആ ഒരു ഘട്ടമെന്ന് പറയുന്നത്. നിങ്ങൾ കരയുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പരിഹാരമില്ലാതെ ഇരിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഗിലെയാദിലെ തൈലം മുറിവിൽ പുരട്ടുമ്പോൾ ശാരീരികമായ സൗഖ്യം വരുന്നതുപോലെ യേശുവിൻ്റെ രക്തം നമ്മുടെ ആത്മാവിലുള്ള വ്യഥകളെ മാറ്റി
കുറവുകളെ മാറ്റി നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഇടവരുത്തുന്നു. യേശുവിൻ്റെ രക്തം നമ്മുടെ ആത്മാവിൻ്റെ വേദനകളെ മാറ്റി നമ്മുടെ ആത്മാവിനെ പുതുക്കത്തിൻ്റെ അവസ്ഥയിൽ നിലനിർത്തും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഭാരങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ വേദനകൾ എന്തുമാകട്ടെ, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഇന്നത്തെ സന്ദേശം, ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വേദനകൾക്ക്, നിങ്ങളുടെ പ്രയാസങ്ങൾക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുവാൻ യേശുവിൽ അതിന് അവസാനം കണ്ടെത്തുവാൻ ഇടവരുത്തട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്ത പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾ കേട്ടതായ ഈ സന്ദേശത്തിനായി നന്ദി പറയുന്നു. ഗിലെയാദിലെ തൈലത്തിനേക്കാൾ ഉത്തമ ഔഷധമായി കർത്താവെ അങ്ങ് ഞങ്ങളുടെ അരികിൽ നിൽക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കാതെ അങ്ങയുടെ കരങ്ങൾ തൊട്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് വഴി നടത്തുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ. അങ്ങനെ ഞങ്ങൾ പുതുക്കത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുവാൻ ഇടവരുത്തണമേ. ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീകപരവുമായിട്ടുള്ള ആരോഗ്യം അങ്ങ് കർത്താവെ നന്നായി ഒരുക്കി നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് നയിക്കണമേ. പ്രത്യാശയാൽ നിറയ്ക്കണമേ. വിശുദ്ധിയിൽ ഞങ്ങളുടെ ജീവിതത്തെ തുടരുവാൻ അവിടുന്ന് ഞങ്ങളെ മാനിക്കണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.